തിരിച്ചെത്താം. ശ്രീ എൻ ശ്രീകുമാർ, ഇവിടെ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നടന്നു വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ സിമി ജോസ്ബെൽ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അവസരം കിട്ടാൻ ചൂഷണത്തിന് നിന്നുകൊടുക്കേണ്ടി വരുന്ന അവസ്ഥ, പവർ ഗ്രൂപ്പാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തുടങ്ങി അവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ നമ്മൾ എന്താണോ സിനിമാ മേഖലയിൽ കേട്ടത് അതിന് സമാനമാണ്. ഇത്ര മോശം അവസ്ഥയിലാണോ സംസ്ഥാനത്തെ കോൺഗ്രസ്? രേണുക ഇപ്പൊ പറഞ്ഞു കേട്ടാ തോന്നുന്നു കേരളത്തിലെ കോൺഗ്രസില് ഭയങ്കര ചൂഷണം നടക്കുകയാണെന്ന്. കേരളത്തിലെ കോൺഗ്രസില് ഒരു ചൂഷണവുമില്ല. ഈ ചർച്ചയ്ക്ക് ആധികാരികമായ വിഷയം ശ്രീമതി സിമി റോസ്ബെൽ ജോൺ നടത്തിയ അഭിമുഖമാണ്, നിങ്ങൾ നടത്തിയ അഭിമുഖമാണ്. ആ അഭിമുഖത്തില് അവര് പറഞ്ഞ കാര്യങ്ങള് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇവിടെ ശ്രീമതി പ്രമീള സംസാരിച്ചപ്പോ തുടക്കമിട്ടത് എങ്ങനെയാണ്? ഒരുപാട് പദവികൾ വഹിച്ച ആളാണ് ശ്രീമതി സിമി എന്നാണ്. ഒരുപാട് പദവികൾ കിട്ടാന്ന് വെച്ചാൽ കോൺഗ്രസിൽ എങ്ങനെയാണ് അതിന്റെ ചൂഷണം വരുന്നത്? ക്ഷമിക്കണം, പദവികൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പദവികളല്ല. അവർ യൂത്ത് കോൺഗ്രസിലും മഹിളാ കോൺഗ്രസിലും ഒക്കെ സേവനം ചെയ്ത പദവികളെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ അവർക്ക് ലഭിച്ച, അവർക്ക് വെള്ളിത്താലത്തിൽ വെച്ചുകൊടുത്ത പദവി. PSC മെമ്പർ ആന്റണി ഐസക്കിനും ഒക്കെ പാർലമെന്റ് അസംബ്ലിയൊക്കെ കൊടുത്താൽ ലീഡേഴ്സിന്റെ പേരും കൂടി ഒന്ന് പറയൂ ഡോക്ടർ രേണുക. പാർലമെന്റ് അസംബ്ലിയൊക്കെ വർത്തന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ലാതെ കഥ പഠിപ്പിച്ചു കൊണ്ടിട്ടുണ്ട്. എഡ്വാർഡ് ആരാണ് ചോദിക്കുന്നത്? ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ജില്ലാ കൗൺസിലർ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പൂർത്തിയാക്കൂ ശ്രീകുമാർ. ഡിജിറ്റൽ വർക്കല്ല, പണിയെടുത്തിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്. ശ്രീകുമാർ പറയുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം. ശ്രീകുമാർ, ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടും ത്യാഗം സഹിച്ചിട്ട് ഈ പ്രസ്ഥാനം പടുത്തുയർത്തുകയാണ്. എന്റെയും കൂടിയാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നതും KSUം യൂത്ത് കോൺഗ്രസ്. അല്ലാതെ നിങ്ങളൊക്കെ താലത്തിൽ വെച്ചിട്ട് ഇപ്പോ ഒരു 8 വർഷം കൊണ്ട് ഈ 42 വർഷം സ്ത്രീയോടും കാണിക്കാത്തൊരു നീതി രാജ്യസഭയിൽ അല്ലല്ല, അങ്ങനെയൊന്നും പറയരുത്. ഒരുപാട് പദവി എന്ന് പറഞ്ഞാൽ എന്നെ അദ്ദേഹം പാർലമെന്റിൽ വിട്ടോ? ഇല്ല, ബന്ധമില്ലാത്തവരെ മത്സരിപ്പിച്ച് തോപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു പൂർത്തിയാക്കട്ടെ, പറയൂ. അതായത് ഇതിൽ നിങ്ങൾ വാക്കുകൾ തെറ്റിദ്ധരിക്കുന്നു. അതായത് പദവികൾ, ഞാൻ പറയട്ടെ പ്ലീസ്. പദവികൾ എന്ന് വെച്ചാൽ പാർട്ടിയിലെ പദവികൾ തന്നെയാണ്. അതാണ് പദവികൾ. വേറെ എന്താ പദവിയുള്ളത്? പാർട്ടിയിലെ പദവികൾ തന്നെയാണ്. അല്ല, ഞാൻ പറയട്ടെ പ്ലീസ്, നിങ്ങൾ ക്ഷമയോട് കേൾക്കൂ. പദവികൾ വഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പദവികൾ വഹിച്ച കാര്യം ഞാൻ പറഞ്ഞത്. പദവികൾ വഹിച്ചിട്ടുണ്ടല്ലോ, ആ പദവികൾ വഹിച്ച കാര്യം തന്നെയാ പറയുന്നത്. ഒരു അത് ഈ പദവി ഞാൻ പറയാൻ അനുവദിക്കാണ്ട് ഞാൻ പൂർത്തിയാക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടാ. ഒരു പാർട്ടിയിലെ പദവികൾ വഹിച്ചു എന്ന് പറഞ്ഞാൽ പദവികൾ പാർട്ടി പദവികളാണ്. അത് കൂടാതെയുള്ള പദവികൾ വേറെയാണ്. ഇവിടെ വ്യക്തിപരമായിട്ട് ഞാൻ ഈ വിഷയത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ ഈ ആക്ഷേപം MV ഗോവിന്ദ മാസ്റ്റർ പാർട്ടി സെക്രട്ടറി അത് കോൺഗ്രസിൽ പവർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് രാഷ്ട്രീയമാണ്. CPM സംസ്ഥാന സെക്രട്ടറി കോൺഗ്രസിലെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് സതീശൻ അറിയാമല്ലോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. കോൺഗ്രസിൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് വെച്ചാൽ ആ പവർ പൊളിറ്റിക്സിന്റെ ഭാഗം എന്ന് വെച്ചാൽ അത് രാഷ്ട്രീയകാര്യ സമിതിയിൽ KPCC എക്സിക്യൂട്ടീവാണ്. അതാണ് കോൺഗ്രസിലെ പവർ എന്ന് പറയുന്നത്. ഈ രണ്ട് കക്ഷികൾ പോലെ കേരള കോൺഗ്രസിലെ ഹൈ പവർ കമ്മിറ്റി ഉണ്ട്. അതിന്റെ പേര് ഹൈ പവർ കമ്മിറ്റി എന്നാ. അപ്പൊ രാഷ്ട്രീയ കക്ഷികൾ ഇങ്ങനെ ഒരുപാട് പദവികളും ശ്രീകുമാർ, താങ്കൾ പറയുന്നതാണ് പവർ ഗ്രൂപ്പ് എങ്കിൽ KPCC പ്രസിഡന്റ് വരണം. KPCC പ്രസിഡന്റ് പറഞ്ഞു എനിക്ക് പറ്റില്ല, അതാ എറണാകുളത്തെ കാര്യങ്ങളൊക്കെ ഇലയനങ്ങണമെങ്കിൽ വരെ തീരുമാനിക്കുന്നത് പ്രതിപക്ഷ നേതാവാണെന്ന്. താങ്കൾ പറഞ്ഞ ഭരണസമിതി ആണെങ്കിൽ അത് അതിൽ വരില്ല. എന്റെ രേണുക, വെറുതെ ചുമ്മാ നമ്മൾ തർക്കിച്ച സമയങ്ങളല്ല. ഇത് ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ് രേണുക ഇപ്പൊ പറയണത്. ഞാൻ പറയുന്ന ഒരു പാർട്ടിയിലെ സ്ഥാനങ്ങൾ, ആളുകൾക്ക് സ്ഥാനങ്ങൾ കിട്ടും, സ്ഥാനങ്ങൾ പോകും. ഉയർച്ചയും താഴ്ചയും രാഷ്ട്രീയത്തിൽ ഉണ്ടാകും. ഉയർച്ച വരുന്ന സമയത്ത് പാർട്ടിയെയും നല്ലതായിട്ട് പറയുകയും താഴ്ച വരുന്ന സമയത്ത് നമ്മൾ പാർട്ടിയെ മോശമാക്കുകയും ചെയ്യുന്ന പ്രവണത പൊതുവേ ഉള്ളതാണ്. അത് എല്ലാ പാർട്ടികളിലും ഉണ്ട്. അതല്ല ഞാൻ സംസാരിക്കുന്നതല്ല. നമ്മൾ ഇന്നത്തെ രാഷ്ട്രീയത്തിലെ ഒരു പാർട്ടിയിൽ എല്ലാവർക്കും വളർന്നു വരണം.
ശ്രീമതി സിമി റോസ്ബെൽ ജോൺ ഒരു കാലത്ത് പാർട്ടിയെ നന്നായിട്ട് പാർട്ടിയിൽ പ്രവർത്തിച്ച യുവജന നേതാവാണ്, എനിക്കറിയാമത്. പക്ഷെ അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അതിൽ ഒരു പാർട്ടിയിൽ പ്രശ്നം വരുമ്പോൾ, അല്ല മറ്റൊരു സംവിധാനത്തിൽ ഇപ്പൊ സിനിമാ മേഖലയിൽ പ്രശ്നം വരുമ്പോൾ അത് കോൺഗ്രസുമായിട്ട് കൂട്ടിക്കൊഴിക്കുന്നത് എന്തിനാണ്? കോൺഗ്രസിൽ അങ്ങനെ ഒരു ചൂഷണമോ കാര്യമുള്ള എന്റെ അറിവിലില്ല. ആരും എൻ ശ്രീകുമാർ, സിനിമയിൽ ഇങ്ങനെ ചൂഷണമുണ്ട് എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? അവിടെ ചിലർ തുറന്നു പറച്ചിലിന് തയ്യാറായപ്പോഴാണ് നമ്മൾ അത് മനസ്സിലാക്കിയത്. ഇവിടെ ഇപ്പോൾ ഒരു സ്ത്രീ ആ പാർട്ടിയുടെ ഭാഗമായിരുന്ന 35 വർഷത്തിലധികം അതിന്റെ ഭാഗമായിരുന്ന ആൾ വന്ന് തുറന്നു പറയുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണ്ടേ? അവരുടെ അനുഭവമാണ് പറയുന്നതെന്ന്. PSC അംഗമായിരുന്നതല്ലേ ഇനി വീട്ടിൽ പോയിരിക്കൂ എന്ന് പൊതുമധ്യത്തിൽ അപമാനിച്ചു എന്നാണ് പ്രതിപക്ഷ നേതാവിനെതിരെ പറയുന്നത്. അല്ലെ, അതൊക്കെ എനിക്കറിയാത്ത, ഞാൻ പറയുന്ന കാര്യം ഇത് നമുക്ക് ഇതിൽ വ്യക്തിപരമായിട്ട് പോയിട്ട് ഇഷ്ടമല്ല. കാരണം ഇത് ഞാനൊരു വ്യക്തിപരമായിട്ട് ഇത് ചർച്ചയിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെ ഒരു സംവിധാനമില്ല. കോൺഗ്രസ് പാർട്ടിയിൽ അതാത് കാലത്ത് ഒരുപാട് നേതാക്കൾ ഉയർന്നു വന്നിട്ടുണ്ട്. എറണാകുളം DCC പ്രസിഡന്റിനെ വിൽസണിനെ കുറിച്ച് പറഞ്ഞു, MLA വിനോദിനെ കുറിച്ച്. വിനോദ് അവിടെ DCC പ്രസിഡന്റ് ആയ ശേഷം MLA ആയത്. അത് മനസ്സിലാക്കാം. എല്ലാവർക്കും സ്ഥാനം കൊടുത്തിട്ടുണ്ട്. സിമിക്കാണെങ്കിൽ ഒരുപാട് സ്ഥാനം പാർട്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അവരെ മത്സരിപ്പിച്ചിട്ടുണ്ട്, അസംബ്ലിയിലേക്ക് മത്സരിപ്പിച്ചിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. ആലപ്പുഴയില് തോമസ് ഐസക്കായിരുന്നു തോന്നിയ സ്ഥാനാർത്ഥി മത്സരിപ്പിച്ചിട്ടുണ്ട്. പാർട്ടി ഭാരമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത്, രേണുകാരൻ ഞാൻ പറഞ്ഞത്, ഒരു പാർട്ടിയിൽ എല്ലാ വനിതകൾക്കും എല്ലാപ്പോഴും സ്ഥാനം കിട്ടും. ചിലപ്പോൾ സ്ഥാനം പിന്നാക്കം പോകും. അങ്ങനെ സ്ഥാനം പിന്നാക്കം പോകുമ്പോൾ അത് പാർട്ടിക്കെതിരായ രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഒരു പാർട്ടിയിലും നല്ലതല്ല. എല്ലാ പാർട്ടിയിലും